ഈ കാണുന്നതാണ് ചൈന ടൗണ്. നമ്മളവിടെ കയറിയില്ല, നമ്മൾ ഗോൾഡൻ ടെമ്പിളിൽ കയറിയിട്ട് അവിടെ നിന്ന് നേരെ ഇറങ്ങി വേറൊരു ക്ഷേത്രത്തിൽ പോകണം. മനോഹരമായൊരു ക്ഷേത്രം കൂടി ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. ദിസ് ഈസ് ഇന്ത്യൻ പീപ്പിൾ ഹിയർ. Indian people no. Here no Indian people. Okay. Indian people Batu Nam your hotel area. Okay. Many Indian people. Bobe. B-O-B. Yes, this Bobe. Bobe. ഈ സ്ഥലത്തിൻ്റെ പേരിൻ്റെ പ്രത്യേകത കൊണ്ട് ഞാൻ വിചാരിച്ചു ഇത് ഇന്ത്യൻ ആൾക്കാരായിരിക്കുന്നത്. പക്ഷേ ഇന്ത്യൻ ആൾക്കാരല്ല കേട്ടോ. പക്ഷെ കാണുമ്പോൾ നമ്മുടെ നാട്ടിലെ ഇന്ത്യൻ ആ സംസ്കാരം തന്നെയാണ് ഇവിടെ കാണുന്നത്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിറയെ തുണിക്കടകളാണ്. അതായത് ബോബെ മാർക്കറ്റാണ് കേട്ടോ. തായ്ലാൻഡിലെ ബാങ്കോക്ക് സിറ്റിക്ക് അടുത്തുള്ള ബോബെ മാർക്കറ്റാണ്. ബോംബെ അല്ല, ബോബെ. അപ്പോൾ അവിടെയുള്ള മാർക്കറ്റിൽ ഇഷ്ടം പോലെ തുണിത്തരങ്ങൾ ഇമ്പോർട്ട് എക്സ്പോർട്ട് ക്വാളിറ്റി ഉള്ളത് ചീപ്പായിട്ട് കിട്ടുമെന്നാണ് പറയുന്നത്. ഒരുപാട് വാഹനങ്ങൾ ഇങ്ങനെ നിർത്തിയിട്ട് അതിൻ്റെ സൈഡിലായിട്ട് ഒരുപാട് തുണിക്കടകൾ, നമ്മുടെ നാട്ടിൽ കാണുന്ന പോലെ തന്നെ തുണിക്കടകളും ഇങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ തുണികൾ ഇങ്ങനെ തൂക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ പോയി ഇഷ്ടപ്പെട്ടത് കണ്ടു കഴിഞ്ഞാൽ നാട്ടിലോട്ടൊക്കെ അയക്കണമെങ്കിൽ അയക്കാം. അങ്ങനെ ഹോൾസെയിലായിട്ടും കിട്ടും എന്നൊക്കെയാണ് പറയുന്നത്. ഇത് കണ്ടില്ലേ, ഇവിടുത്തെ ഒരു ബസ് സ്റ്റോപ്പാണ് കേട്ടോ. നല്ല രസമില്ലേ കാണാൻ. വലിയ ഷോറൂം രീതിയിലല്ലാത്ത ഒരുപാട് തരം കടകളും ഉണ്ടായിരുന്നു ഇവിടെ. പിന്നെ വേറൊരു വശത്തായിട്ട് ഷോപ്പിംഗ് കോംപ്ലക്സ് ആണെങ്കിൽ വേറൊരു വശത്തായിട്ട് വീടുകളായിരുന്നു കേട്ടോ. താമസ സ്ഥലങ്ങളായിരുന്നു കൂടുതൽ. വലിയ കെട്ടിടങ്ങളാണ് ഈ കാണുന്നതെല്ലാം. ഇതെല്ലാം താമസിക്കുന്ന സ്ഥലങ്ങളും ഓഫീസുകളൊക്കെയാണ് ഉള്ളത് കേട്ടോ. അപ്പം നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ആ ടെമ്പിളിലോട്ട് പോകുന്ന വഴിക്ക് നമ്മുടെ ഒരു സൈഡ് വന്നിട്ട് കനാലാണ്, വലിയൊരു കനാലാണ്. അതിങ്ങനെ മുറിച്ച് കടന്ന് ഒരുപാട് പേരിങ്ങനെ ഓഫീസ് ജോലികളൊക്കെ കഴിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. ദീസ് ഓൾ ആർ ക്ലോത്ത്. But very cheap Okay. in this area. ഈ കാണുന്ന ബിൽഡിങ്ങാണ് നമ്മുടെ നാട്ടിൽ ഹ്യൂമൻ റൈറ്റ്സ് സൊസൈറ്റി എന്ന് പറയില്ലേ, എന്ന പോലെ ഒരു ഹ്യൂമൻ ഡെവലപ്മെൻറ്റും അതുപോലെ തന്നെ സെക്യൂരിറ്റിയുടെയും ഒരു ആസ്ഥാന കേന്ദ്രമാണ് കേട്ടോ. നല്ല രസമില്ല കാണാൻ. അതുപോലെ തന്നെ അതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇവിടുത്തെ തായ്ലാൻഡ് രാജാവിൻ്റെ ചിത്രം വെച്ചിട്ടുണ്ട്. ഇപ്പോഴും ഇവിടെ രാജഭരണമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ എല്ലാവിടെയും അദ്ദേഹത്തെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ വെച്ചിരിക്കുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹമാണല്ലോ നഗരപിതാവ് എന്ന് പറയുന്നത് ഇപ്പോഴും. അപ്പോൾ നമ്മളിങ്ങനെ വലിയൊരു ട്രാഫിക് ബ്ലോക്കിലൂടെ ഇങ്ങനെ കടന്ന് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മുന്നിലായിട്ട് വീണ്ടും ആ രാജഭരണത്തിൻ്റെ ഒരു വലിയ ചിഹ്നം കാണാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് രാജപഥമാണ് കേട്ടോ. കാരണം രാജകൊട്ടാരവും മറ്റുള്ളതൊക്കെ ഈ വഴിയിലാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ നേരെ പോയി എത്തിച്ചേരുന്നത് നമ്മൾ ഈ കാണുന്നതെല്ലാം രാജകൊട്ടാരത്തിൻ്റെ ഒരു ഭാഗമാണ്. അതിപ്പോൾ റെനോവേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഇതാ കാണുന്ന അമ്പലത്തിലോട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ അവിടെ അങ്ങനെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നോക്കിയ കാക്കകളുടെ സൗണ്ട് നോക്കിയേ. നമ്മുടെ നാട്ടിലെ കാക്കകൾ പോലെയല്ല കേട്ടോ. വേറൊരു പ്രത്യേക രീതിക്കാണ് ഇവിടുത്തെ കരയുന്നത്. ഇതാണ് നമ്മുടെ അമ്പലം, ബുദ്ധക്ഷേത്രമാണ്. നമുക്ക് അകത്ത് പോയി കാണണം. നമ്മുടെ ടിക്കറ്റ് എല്ലാം എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഡ്രൈവർ ചേട്ടൻ ഉള്ളിലോട്ട് പോയിട്ടുണ്ട്. അപ്പം നമ്മൾ പുറത്ത് നിന്നുള്ള കാഴ്ചകളെല്ലാം പകർത്തുകയാണ്. അപ്പം നമ്മൾ വന്ന വാഹനങ്ങളെല്ലാം ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. വലിയൊരു മരത്തിന് താഴെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിർത്തിയിട്ട് നമ്മളിങ്ങനെ പതുക്കെ നടന്ന് അകത്ത് കയറി പോകാൻ തയ്യാറെടുക്കുകയാണ്. ടിക്കറ്റ് എടുക്കാൻ പോയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. വാവ്, അടിപൊളി നല്ല ഫോട്ടോജനിക് ആയിട്ടുള്ള ഒരു അമ്പലമാണ് കേട്ടോ നമ്മുടെ മുന്നിലുള്ളത്. അതുപോലെ തന്നെ ഇത് അടുത്ത കാലത്ത് റെനോവേറ്റ് ചെയ്തതാണ്. അത് കാരണം നല്ല പുതുമ തോന്നുന്നുണ്ട്. ഈ അമ്പലത്തിൻ്റെ പേര് എന്ന് പറയുന്നത് വാട്ട് ബെഞ്ചാമോഫിത്ത് അല്ലെങ്കിൽ മാർബിൾ ടെമ്പിൾ എന്നാണ്. ഈ അമ്പലം തീർത്തിരിക്കുന്നത് തായ് രൂപകൽപ്പന രീതിയിലാണ്. മണ്ഡപത്തിന് മുകളിലായിട്ട് സ്വർണം പൂശിയ ഗോപുരങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്.
മുൻവശത്തായിട്ട് നമ്മൾ കയറി ചെന്നെങ്കിലും നമ്മൾ അമ്പലത്തിനകത്തോട്ട് പോകുന്നത് വേറൊരു വശത്തു കൂടിയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് വേറൊരു ഗേറ്റ് തന്നിട്ടുണ്ട്. ആ വഴിയിലൂടെ വേണം ടൂറിസ്റ്റുകൾക്ക് പോകാൻ. അതിലൂടെ കയറുമ്പോൾ തന്നെ ആദ്യ കാഴ്ചയിൽ കാണുന്നത് ഇതുപോലെയുള്ള വലിയ മണ്ഡപങ്ങളാണ്. സൈഡിലായിട്ട് ഗ്ലാസ്സിൽ തീർത്ത കുറേ ഇതെല്ലാം പൊട്ടിപ്പോയിരിക്കുന്നത് കാണാം. അപ്പോൾ നമ്മുടെ ടിക്കറ്റെല്ലാം വെരിഫൈ ചെയ്യാൻ ഇവിടെ ഒരാൾ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ ഇരുന്ന് ആളുടെ അകത്ത് കയറുമ്പോൾ തന്നെ വലിയൊരു ദേവാലയമാണ് കേട്ടോ. അവിടെ 2-3 പേര് ഇരുന്ന് പൂജകൾ ചെയ്യുന്നുണ്ട്, അവർ ധ്യാനിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളും സൈലൻ്റായിട്ട് അവിടെ ഇരുന്ന് ധ്യാനത്തിൽ പങ്കുചേരുകയാണ് കുറച്ച് നേരം. ഇതെല്ലാം സ്വർണ്ണത്തിൽ തീർത്താണ് കേട്ടോ. ഈ കാണുന്നതെല്ലാം കാണിക്ക വഞ്ചികളാണ്. ഓരോരോ പ്രത്യേകതകളുള്ള കാണിക്ക വഞ്ചികളാണെന്നാണ് പറയപ്പെടുന്നത്. ഇത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കുറേ ഉപകരണങ്ങളാണ്. ഇവരുടെ പ്രാർത്ഥനാ സമയത്ത് മ്യൂസിക്, അതായത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ടാക്കുന്ന കുറേ ഉപകരണങ്ങളാണ് ഇവിടെ വെച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ അതുകൂടാതെ ഇത് വലിയൊരു പഴയ കാണിക്ക വഞ്ചിയുടെ ഒരു ഇതും വെച്ചിട്ടുണ്ട്. ഇപ്പുറത്ത് വേറൊരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ്, അതേ രീതിയിലുള്ള മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. ഇനി ഇതെല്ലാം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പണ്ടത്തെ അമ്പലത്തിലെ ശില്പങ്ങളാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. കാരണം ഇത് റെനോവേറ്റ് ചെയ്തതിന് ശേഷം പഴയ കാര്യങ്ങളൊന്നും കളഞ്ഞിട്ടില്ല, അതെല്ലാം ഇവിടെ സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. പിന്നെ അതുകൂടാതെ തന്നെ തായ്ലാൻഡിലെയും ബാങ്കോക്കിലെയും പലയിടത്തുള്ള ബുദ്ധശില്പങ്ങളെല്ലാം കൊണ്ടുവന്ന് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് കാണാനായിട്ട് ഒരു മ്യൂസിയം രീതിയിലാണ് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരുപാട് പേര് സമർപ്പിച്ച ബുദ്ധശില്പങ്ങൾ ഇവിടെയുണ്ട്. പിന്നെ ഓരോ ശില്പങ്ങളും ഓരോന്ന് വ്യത്യസ്തമാണ് കേട്ടോ. ഒരേപോലെയുള്ള ശില്പങ്ങളില്ല. ഓരോരോ ബുദ്ധ ശില്പങ്ങളും എല്ലാം വ്യത്യസ്തമാണ്. അതുപോലെ തന്നെ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ആരൊക്കെ സമർപ്പിച്ചു, എന്ന് സമർപ്പിച്ചു, എന്താണ് അതിൻ്റെ ഉദ്ദേശം എന്നൊക്കെ വിവരിക്കുന്ന രീതിയിലാണ് ആ ഒരു ശില്പങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഓരോ ശില്പങ്ങളും ഓരോ പ്രത്യേകത ഉള്ളതാണ്. അപ്പോൾ ഇതെല്ലാം നടന്നിങ്ങനെ കാണണം. നമ്മുടെ നാട്ടിലൊരു പത്തായപ്പര വീടില്ലേ, എന്ന പോലെ ഒരു പണിത വീടിൻ്റെ സൈഡിലുള്ള ഒരു വശത്തു കൂടിയാണ് ഈ ശില്പങ്ങളെല്ലാം വെച്ചിരിക്കുന്നത്. നിലത്ത് ഒരു പ്രത്യേകതരം കരിങ്കൽ പാളികളാണ് തീർത്തിരിക്കുന്നത്, ടൈലായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ കോൺക്രീറ്റ് കെട്ടിടവും പിന്നെ മാർബിൾ കൊണ്ടുള്ള ഒരു മിലുക്ക് പണിയും ഉണ്ട്. അതുകൂടാതെ തന്നെ വലിയ മരങ്ങൾ കൊണ്ടുണ്ടാക്കിയ മേൽക്കൂരകളാണ്. അതുകൂടാതെ തന്നെ അതിൽ സ്വർണം പൂശിയിരിക്കുന്നതും കാണാം നമുക്ക് ഇവിടെ. നമ്മളങ്ങനെ അമ്പലത്തിന് പുറത്ത് കിടന്നിട്ട് പുറത്തുള്ള കാഴ്ചകളെല്ലാം കാണുകയാണ്. അപ്പോൾ വലിയൊരു നടപ്പാതയുണ്ട് സൈഡിലൂടെയായിട്ട്. അവിടെ വിശ്രമിക്കാനായിട്ട് കുറേ ബെഞ്ചുകൾ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ബാക്കിലായിട്ട് വലിയൊരു കനാലല്ല, ഇതൊരു ലേക്കാണ്. അതിലിങ്ങനെ ഫൗണ്ടെയിൻ എല്ലാം വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. കാരണം ഈ അമ്പലത്തിന് നടുക്കൂടെ ഒരു ലേക്ക് പോകുന്നത് കാരണം തന്നെയാണ് അവരിങ്ങനെ വെച്ചിരിക്കുന്നത് കേട്ടോ. ഫൗണ്ടെയിനും അതുപോലെ തന്നെ മേൽപ്പാലും എല്ലാം കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. ഇതിനപ്പുറത്തായിട്ട് വീണ്ടും കുറേ അമ്പലങ്ങളും അതുപോലെ തന്നെ ഇവിടെ വന്ന് താമസിക്കുന്ന ബുദ്ധ സന്യാസിമാർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളുമാണ് ആ ഭാഗത്തുള്ള കെട്ടിടങ്ങൾ. അപ്പോൾ നമ്മളിങ്ങനെ ചുമ്മാ സൈഡിലൂടെ ഇങ്ങനെ നടന്നു പോകാൻ നല്ല രസമുണ്ട്. പിന്നെ ഈവനിങ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം വെയിലും അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ രൂപരേഖകളും എന്തൊക്കെ സാധനങ്ങളുണ്ടെന്ന് ഇവിടെ കാണിച്ച് ഒരു മാപ്പൊക്കെ വെച്ചിട്ടുണ്ട്. അതിലൂടെ നോക്കിയിട്ട് നമുക്കിങ്ങനെ നടക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ നടന്നു പോകുന്നത് കാണാൻ നല്ല രസമാണ്. കാഴ്ചകൾ ഓരോന്നും ഇങ്ങനെ കണ്ടു പോകണം.
ഇതിൻ്റെ പ്രാർത്ഥനാ സമയത്ത് ശബ്ദങ്ങൾ ഉണ്ടാക്കുന്ന ഓരോ മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റ്സ് ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. എന്തായാലും വലിയ വലിയ ചെണ്ടമേളം പോലെയുള്ള സംഭവങ്ങളാണ് ഇവിടെ വെച്ചിരിക്കുന്നത് കേട്ടോ. ഓരോരോ പ്രത്യേകതകളുള്ള വലിയ സംഭവങ്ങളാണ് നമ്മൾ ഇന്നേരെ കാണാത്ത കേട്ടോ. കൊണ്ടുണ്ടാക്കിയ വലിയ കുഴൽ പോലെയുള്ള വലിയൊരു ട്രംപറ്റല്ല, ഇതൊരു ചെണ്ട തന്നെയാണ്. ഫ്രണ്ടിൽ ഇങ്ങനെ കൊട്ടുന്നുണ്ട്, അതൊരു പ്രത്യേക രീതിയിൽ സൗണ്ട് ഉണ്ടാക്കുന്നതാണ് തോന്നുന്നത്. പിന്നെ ഇവിടെ നമ്മൾ നാട്ടിലെ അമ്പലങ്ങളിൽ കാണുന്ന പോലെ ചീവിയിലേക്ക് ഉണ്ടാവില്ലേ സന്ധ്യ നേരത്തെ, എന്ന പോലെ ഇവിടെ ഇങ്ങനെ വൈകുന്നേരം ആകുമ്പോൾ ഇങ്ങനെ മണിയടിക്കുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. ഇവിടെ ഒരാൾ വന്നിട്ട് കാണുന്ന വലിയൊരു മണിയായിരുന്നു ഇത്ര നേരം മുഴക്കിയിട്ടുണ്ടായിരുന്നത്. അവരത് ജസ്റ്റ് എല്ലാ സന്ധ്യ നേരത്തും ഇങ്ങനെ മുഴക്കാറുണ്ടെന്നാണ് പറയുന്നത്. 3 നേരം ഇതുപോലെയുള്ള മണിമുഴക്കങ്ങൾ ഇവരിങ്ങനെ നടത്താറുണ്ട്. അപ്പോൾ ചുറ്റുമുള്ളവർക്കെല്ലാം മനസ്സിലാവും ഓരോ സമയത്തും പൂജാ സമയങ്ങൾ. പിന്നെ അതുകൂടാതെ തന്നെ ഓരോ സന്യാസിമാർ താമസിക്കുന്ന കെട്ടിടങ്ങളാണ് ചുറ്റും. നമ്മുടെ നാട്ടിലൊക്കെ വരുന്ന വലിയ വലിയ സന്യാസിമാരെല്ലാവരും തന്നെ, ബുദ്ധ സന്യാസിമാരെല്ലാവരും തന്നെ ഇവിടെ വന്ന് പോകാറുണ്ടെന്നാണ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു വശത്തായിട്ട് ഈ കെട്ടിടങ്ങളുടെ വേറൊരു രൂപം കാണാൻ എന്തൊരു ഭംഗിയാണെന്നറിയാം. സന്ധ്യ നേരത്തെ ആ നീലാകാശവും ആ ലേക്കും എല്ലാം കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. നമ്മുടെ നാട്ടിലെ ഇരുമ്പൻ പുളി എന്ന് പറയും, ഇലുമ്പൻ പുളി എന്നും പറയും കേട്ടോ ഇതിനെ. ഒരു പാർക്ക് പോലെയുണ്ട്. പാർക്കിന് ഒത്ത നടുക്കായിട്ട് വലിയൊരു ആലിനെ താങ്ങി നിർത്തിയിട്ടുണ്ട്. ആലല്ല കേട്ടോ, ഇത് ബോധി വൃക്ഷമാണ്. ബോധി വൃക്ഷത്തിൻ്റെ ഓരോരോ ശിഖരങ്ങളെയും ഇങ്ങനെ താങ്ങി നിർത്താനായിട്ട് ഇരുമ്പ് തൂണുകൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. താഴെയായിട്ട് വലിയൊരു ബുദ്ധപ്രതിമയും നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു വശത്തായിട്ട് നമ്മളിങ്ങനെ ബാത്റൂം നോക്കി വന്നാണേ. അപ്പോൾ ഇവിടെ ഇങ്ങനെ കുറേ ടേബിളുകൾ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഭക്ഷണമെല്ലാം കഴിച്ചിട്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. പിന്നെ ഈ കായ എന്താണാവോ? ഈ കാണുന്നൊരു സ്കൂളാണ്. ബാങ്കോക്ക് സിറ്റിയുടെ അടുത്തുള്ള ഒരു സ്കൂളിൻ്റെ മുൻവശത്തുള്ള കാഴ്ചകളാണ്. എന്ത് ഭംഗിയല്ലേ സ്കൂൾ കാണുന്നതായി. പിള്ളേരൊക്കെ ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ട്. ഇത് ചിലപ്പോൾ ഒരു ഇൻ്റർനാഷണൽ സ്കൂളായിരിക്കണം. ഒരു വശത്തായിട്ട് നല്ലൊരു ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ തെച്ചിപ്പൂവിനെയാണ് ഇങ്ങനെ ഗോളം രീതിക്കുള്ള ഒരു അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നല്ല രസമുണ്ട്. അതുപോലെ തന്നെ ഈ വൈകുന്നേരം ഈ അമ്പലം കാണാൻ ഭയങ്കര ഭംഗിയാട്ടോ. പിന്നെ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് മഴക്കാറുള്ള കാരണം, നമ്മുടെ ക്ലൈമറ്റ് മോശമായ കാരണമാണ് ഈ വീഡിയോയ്ക്ക് ഒരു ക്ലാരിറ്റിയിലൊരു വ്യത്യാസമുള്ളത്. പിന്നെ നമ്മൾ ഒഴികെ വേറെ ആരെയും കണ്ടില്ല കേട്ടോ. അധികം ആൾക്കാരെയൊന്നും കണ്ടില്ല ഇവിടെ. പിന്നെ പുറത്തായിട്ട് ഇങ്ങനെ വാഹനങ്ങളെല്ലാം പാർക്ക് ചെയ്തിട്ടുണ്ട്. സൈഡിലായിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ സ്നാക്സും ഫ്രൂട്ട്സും ഒക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊക്കെയാണ് ബാങ്കോക്ക് സിറ്റിയുടെ കാഴ്ചകൾ കേട്ടോ. ഇനി അടുത്ത വേറെ എവിടെയും കാഴ്ചകളായിട്ട് നമ്മൾ വീണ്ടും കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.